അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നാടിനെ തന്നെ ഉറക്കം കെടുത്തിയ ഒരു കേസ്. ആ നാട്ടിലെ ജനങ്ങൾ ഓരോ ദിവസവും നീക്കുന്നത് വളരെ ഭീതിയോടും ഭയത്തോടു കൂടിയാണ്. പോലീസ് അവസാനം പ്രതിയെ പിടികൂടി. പ്രതിയെ കണ്ട് ആ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം തല കുനിച്ചു നിന്നു. പോലീസ് വരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഉമർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ഉമർ എന്ന് പറയുന്നത് ആ നാട്ടിൽ ഏതൊരു വിഷയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന, എല്ലാവർക്കും സഹായിക്കുന്ന, എല്ലാവരും കൂടെ നിൽക്കുന്ന, എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ് ഉമർ. ഉമറിന് വലിയ ഇഷ്ടമാണ്. ഉമർ ഏതു നന്മയുടെ കാര്യത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നവനായിരുന്നു ഉമർ. ഉമറിൻ്റെ മരണം ആ നാടിനെ തന്നെ വേദനിപ്പിക്കുന്നതായി മാറി. ഉമർക്ക് 26 വയസ്സാണ്. ഉമർ തൊട്ടടുത്ത കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്താണ് 19കാരിയായ ഫാത്തിമ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. ജീവിതം വളരെ സന്തോഷത്തിൽ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പാണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ട ആ നാട്ടിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. ആ ഉമറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കബീറിൻ്റെ വീട്. കബീർ എല്ലാ ദിവസവും ഉമർ ജോലിക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് പോകുന്നതും ആ വീട്ടിൻ്റെ എല്ലാ ദൃശ്യങ്ങളും തൊട്ടടുത്ത കബീർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ഉമർ എഴുന്നേൽക്കുന്ന കാണുന്നില്ല. വീട്ടിൽ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, നിശബ്ദമാണ്. കബീറിന് വല്ലാത്ത എന്ത് സംഭവിച്ചു, ഒരു അനക്കവും ഇല്ലല്ലോ ഉമറിൻ്റെ വീട്ടിൽ, എന്തേ എന്ന് പറഞ്ഞ് നേരെ കബീർ മെല്ലെ മെല്ലെ നടന്നു ഉമറിൻ്റെ വീട്ടിലേക്ക് വന്നു. വീടാണെങ്കിൽ അടച്ചിരിക്കുകയാണ്. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. മെല്ലെ ഉമറെന്ന് കുറേ വിളിച്ചാലും ഉമർ ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ മെല്ലെ വീട്ടിലേക്ക് ഇങ്ങനെ ജനലിലൂടെ ഇങ്ങനെ വീട്ടിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ കബീർ കണ്ട ദൃശ്യം വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നത്. ഇത് കണ്ട് ബോധം കെട്ടുപോയി. കബീർ നിലവിളിക്കുകയാണ്. കാരണം കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിയാത്ത ഉമറും ഉമറിൻ്റെ ഭാര്യ ഫാത്തിമ രണ്ടാളും തലയിൽ ഇങ്ങനെ നിലത്ത് കിടന്ന് തലയോട്ടിയൊക്കെ അടിച്ച് പൊളിച്ച് അവസാനം ചോരങ്ങളെ രക്തക്കട്ടകളായി അവിടെ നിലത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ കബീർ കാണുന്നത്. കബീർക്ക് വല്ലാണ്ട് ശബ്ദമുണ്ടാക്കി നാട്ടുകാരെല്ലാം ഓടി വന്നു. കണ്ടവരെല്ലാം ഞെട്ടി. കബീറും അതുപോലെ ഫാത്തിമ. കാരണം ആരോടും ഒരു ശത്രുതയില്ലാത്ത, എല്ലാവർക്കും പ്രിയങ്കരനായ കബീർ എന്ത് സംഭവിച്ചു? ഇത് എന്തെങ്കിലും കബീറിനോട് ആർക്കും അങ്ങനെ ഇത്രക്കും വളരെ ഭീകരമായ രീതിയിൽ അടിച്ചു കൊല്ലേണ്ട ഒരു ആവശ്യം കബീർ ആ നാട്ടിലോ എവിടെയും അത്തരത്തിലുള്ള ഒരു തെറ്റോ ആർക്കും അത്ര ദേശക്കാരനുമല്ല. പിന്നെന്ത് സംഭവിച്ചു? അവസാനം നോക്കുമ്പോൾ കബീറിൻ്റെ ഭാര്യ ഫാത്തിമയുടെ സ്വർണ്ണങ്ങൾ കാണുന്നില്ല, അതുപോലെ മൊബൈൽ ഫോൺ കാണുന്നില്ല. അപ്പോൾ മനസ്സിലായി ഏതോ ഒരു മോഷ്ടാവ് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ പ്രതിയെ പിടികൂടാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയാൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല. കാരണം പ്രതി ഈ മോഷ്ടാവ് നടത്തിയതിൻ്റെ ശേഷം അവിടെയെല്ലാം മുളക് പൊടി വിതരണം ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പ്രതി ഇത് മുൻകൂടി തന്നെ തീരുമാനിച്ചു വന്നതാണ്. ആരാണ് പ്രതി എന്നറിയുന്നില്ല. അങ്ങനെ മാസങ്ങൾ നീണ്ടു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 3 മാസത്തോളം ആരെന്നറിയുന്നില്ല. എല്ലാ തെളിവുകൾ ശക്തമായ രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നു. പക്ഷേ ഇതാരാണ് പ്രതിയെന്ന് കൃത്യമായി കിട്ടുന്നില്ല. അവസാനം പ്രതി എന്തെല്ലാം മോഷ്ടിച്ചു പോയിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഫാത്തിമയുടെ വിലപിടിപ്പുള്ള മൊബൈൽ മോഷ്ടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഏതായാലും ഒരു ദിവസം സ്വിച്ച് ഓൺ ആവുമല്ലോ. ആ സമയത്ത് ഇതെവിടെ നിന്നാണ് സ്വിച്ച് ഓൺ ആകുന്നത് കൃത്യമായ അവിടുത്തെ ലൊക്കേഷൻ കിട്ടും. അങ്ങനെ പ്രതിയെ പിടികൂടാമെന്ന ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ മാസങ്ങളോളം ഈ മൊബൈൽ ഉപയോഗം നടക്കുന്നില്ല. അപ്പോൾ ഒരു കൃത്യമായി ഇത് ഏതായാലും പിടികിട്ടാത്ത കേസായി. നാട്ടുകാരൊക്കെ വല്ലാത്ത ദേഷ്യത്തോടു കൂടിയിട്ടുണ്ട്. കാരണം ആരാണ് പ്രതി എന്നറിയാതെ. കാരണം വല്ലാത്ത പേടിയാണ് നാട്ടുകാർക്ക്. കാരണം രാത്രി ഉറങ്ങാൻ ഒരു പേടിയാണ്. തൊട്ടടുത്ത അയൽ വീട്ടിലേക്കും ബന്ധു വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ആരാണ് പ്രതി എന്നറിയുന്നില്ല. അങ്ങനെ മാസങ്ങൾ നീണ്ടു. നാട്ടിൽ വലിയ ഓരോ വിഷയങ്ങളായി. ചില ആളുകൾ പറയാൻ തുടങ്ങി റഫീഖിന് ഏതെങ്കിലും സംഘടനയുമായി എന്തെങ്കിലും ഒരു ആത്മീയമായ ബന്ധമുണ്ടാകാം, അവരെ എന്തെങ്കിലും രഹസ്യങ്ങൾ അത് എനിക്ക് അറിയാമെന്നുള്ള
അതുകൊണ്ടായിരിക്കാം അവർ ഈ രഹസ്യം പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഉമറിനെ കൊന്നുകളഞ്ഞത് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. കൃത്യമായി പ്രതിയെ കിട്ടുന്നുമില്ല. അവസാനം 3 മാസങ്ങൾക്ക് ശേഷം പോലീസ് ഏതെല്ലാം രീതിയിൽ അന്വേഷിച്ചു നോക്കിയാലും കൃത്യമായി പ്രതിയെ കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലെത്തി. അവസാനം 3 മാസങ്ങൾക്ക് ശേഷം കൃത്യമായി ഈ മൊബൈൽ സ്വിച്ച് ഓൺ ആവുകയാണ്. ഓണാകുന്നത് കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നേരെ ആ സ്ഥലത്തേക്ക് പോലീസുകാരെത്തി. ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ പയ്യൻ്റെ കയ്യിലാണ് ഈ മൊബൈൽ ഇരിക്കുന്നത്. ഉടനെ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ സഹോദരനാണ് എനിക്കിത് തന്നത്. പെട്ടെന്ന് ആ സഹോദരനെ പിടികൂടി. സഹോദരനെ പിടികൂടുമ്പോൾ ആ പിടികൂടിയ ആള് വിശ്വനാഥ് ആചാരി എന്ന് പറയുന്ന ഒരു ആചാര്യായിരുന്നു പിടികൂടിയത്. പിന്നെയാണ് കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ആരാണ് എന്ന് ഈ കൊലപാതകം ചെയ്തത്. വിശ്വനാഥിനെ പിടികൂടി. എന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കുമ്പോൾ വിശ്വനാഥ് നടന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പറഞ്ഞു. വിശ്വനാഥിൻ്റെ ഒരു സ്വഭാവമുണ്ട്. കാരണം രാത്രികളിൽ പോയി അതായത് ആദ്യം വിവാഹം കഴിഞ്ഞവരെ വീട്ടിൽ ഒളിഞ്ഞിരുന്ന് അവരുടെ രഹസ്യങ്ങൾ ഒളിച്ച് നോക്കുക എന്നുള്ളതായിരുന്നു വിശ്വനാഥിൻ്റെ ഒരു പരിപാടി. അങ്ങനെ പലരും നോക്കും. ഇതിൻ്റെ മുമ്പ് ഇവനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇവനെ പിടികൂടിയ സമയത്ത് മുൻപന്തിയിൽ ഉമർ എത്തി അവനിക്ക് ശരിക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത് ആ ഒരു ദേഷ്യവും വിശ്വനാഥിനുണ്ടായിരുന്നു. ഇങ്ങനെ അപ്പം തന്നെ വിശ്വനാഥ് വിചാരിച്ചതാണ്, ഇനി ഉമറിൻ്റെ കല്യാണം കഴിയുമ്പോൾ അവൻ്റെ വീടിൻ്റെ രഹസ്യം എനിക്കറിയണം, അവൻ്റെ മണിയറ രഹസ്യം അറിയണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്തു വന്നു. അങ്ങനെ അർദ്ധരാത്രി ബസ്സിൽ അവന് വന്നു. അർദ്ധരാത്രി ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. അങ്ങനെ സമയം വൈകിയപ്പോൾ നേരെ ഉമറിൻ്റെ വീട്ടിലേക്ക് പോയി. ഉമറിനാണെങ്കിലോ 2 മക്കളാണ്. ഉമറിൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. ഉമറിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണെങ്കിലും ഉമറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. രാത്രി ഉമറിൻ്റെ ഉമ്മ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോകും. കാരണം ഇവർ ആദ്യ വിവാഹം കഴിഞ്ഞവരല്ല, ഇവർക്കൊരു പ്രൈവസി ആവട്ടെ എന്ന് വിചാരിച്ച് അടുത്ത വീട്ടിലേക്ക് പോകും. അങ്ങനെ അന്ന് രാത്രി ഉമർ പെട്ടെന്ന് ഉറങ്ങി. ഉമർക്ക് വേണ്ടിയുള്ള ഭക്ഷണമെല്ലാം ഫാത്തിമ റെഡിയാക്കി. ഉമർ പറഞ്ഞു, കുറേ ക്ഷീണോട് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഉമറും ഉറങ്ങി. അതേപോലെ ഭാര്യ ഫാത്തിമയോ 2 പേരും ഉറങ്ങി. ഇവൻ വിചാരിച്ച ആ രഹസ്യം കാണാൻ പറ്റില്ല, 2 ആളും ഉറക്കത്തിലാണ്. അങ്ങനെ ഏതായാലും വന്നതിന് എന്തെങ്കിലും കിട്ടണ്ടെന്ന് പറഞ്ഞ് ഫാത്തിമയുടെ സ്വർണ്ണമാല മോഷ്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉടനെ ഫാത്തിമ ഉണർന്നു. ഉടനെ ഇത് കണ്ട് ആർത്തട്ടഹാസിക്കുന്ന സമയത്ത് ഉമറും ഉണർന്നു. ആ സമയത്ത് അവൻ ആദ്യം തന്നെ കരുതി വച്ചിരുന്ന ഇരുമ്പിൻ്റെ വടി കൊണ്ട് ഉമറിനെ അടിച്ചു. പിന്നെ വീണ്ടും വീണ്ടും ഉമറിനെയും ഫാത്തിമനെ ശരിക്കടിച്ച് അങ്ങനെ അവർ മരിച്ചു എന്ന് ഉറപ്പ് വരുന്നത് വരെ അതിഭീകരമായി ഇവരെ മർദ്ദിച്ചു. അവസാനം അവിടുന്ന് വീട്ടിലുള്ള മുളക് പൊടിയെടുത്ത് അവിടേക്ക് വിതറി ഇവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഈ വിശ്വനാഥ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ എല്ലാ രാത്രികളിലും ആ നാടുകളിങ്ങനെ കറങ്ങുന്ന ഒരു പതിവുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വനാഥ് എന്ന് പറയുന്നത് ഈ വയനാട് നാട്ടുകാരനുള്ള കുറ്റ്യാടിക്കാരനായിരുന്നു.